ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ക്രിയേറ്റീവായ ഡിസൈനറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു വെബ്സൈറ്റോ ഒരു മൊബൈൽ ആപ്ലിക്കേഷനോ മറ്റ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ഘട്ടം HTML അഥവാ ഫ്രണ്ട് എൻഡ് കോഡിംഗ് എന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ പല ക്രിയേറ്റീവ് ഡിസൈനേഴ്സിനും ഈ HTML കോഡിംഗ് എന്ന് പറയുന്നത് അത്ര വളരെ വഴങ്ങുന്നതല്ല. അതിപ്പോഴും പണ്ടും ഒക്കെ തന്നെ. അപ്പോൾ അവർ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ് ടീമിലേക്കാണ് ആ ഫയൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പല കമ്പനികളിലും ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് തന്നെ HTML ചെയ്യിക്കുന്ന ഒരു ശീലവും പണ്ടും ഇപ്പോഴും നിലനിൽക്കുന്നതുമുണ്ട്. എന്നിരുന്നാലും പല ഡിസൈനേഴ്സിനും, എസ്പെഷ്യലി ക്രിയേറ്റീവ് ഡിസൈനേഴ്സിനും ഈ ഫ്രണ്ട് എൻഡ് കോഡിംഗ് എന്ന് പറയുന്നത് അത്ര വഴങ്ങുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ ഈ ക്രിയേറ്റീവായിട്ടുള്ള ഡിസൈനേഴ്സ് എല്ലാം എപ്പോഴും ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ്, നമ്മൾ ചെയ്യുന്ന ഈ ഡിസൈൻ ഫയലിനെ HTML ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ, ഓട്ടോമാറ്റിക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. വളരെ പണ്ടും ഇപ്പോഴും ഒക്കെ ഉള്ള ഡിസൈനേഴ്സ് ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ നേരത്തെയൊക്കെ ഫോട്ടോഷോപ്പിൽ ഡിസൈൻ ചെയ്യുന്ന കാലത്ത് അതിന് വേറെ ഓപ്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. ചില ഓൺലൈൻ ടൂളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതുവഴി നമ്മൾ ഫോട്ടോഷോപ്പ് ഫയലിനെ HTML ആയിട്ട് കൺവേർട്ട് ചെയ്താലും ആ കോഡൊക്കെ തന്നെ വളരെ ജങ്ക് കോഡാണ്. അതായത് ഒരു പ്രൊഫഷണൽ ടച്ച് ഇല്ലാത്ത കോഡുകളായിരിക്കും. അത് നമുക്കൊരു റിയൽ പ്രോജക്റ്റിൽ യൂസ് ചെയ്യാൻ പണ്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്നും നമ്മളിപ്പോൾ ഒരുപാട് ടെക്നോളജിയൊക്കെ മാറിയിരിക്കുന്നു. ഒരുപാട് പുതിയ പുതിയ ഡിസൈൻ ലോകത്തേക്ക് നമ്മൾ വന്നിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ Adobe XDയും ഫിഗ്മയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഡിസൈൻ ടൂൾസ്. ഓക്കെ, അതിൽ ഫിഗ്മ തന്നെയാണ് ഏകദേശം മുൻനിരയിൽ നിൽക്കുന്ന ഒരു ടൂൾ എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ഈ ഫിഗ്മയിൽ ചെയ്യുന്ന ഡിസൈൻസുകൾ ഡയറക്റ്റ് HTML കോഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയുക. അപ്പോൾ ഒരുപാട് പേർക്ക് ഇതൊരു സംശയമാണ്. ഒരുപാട് പേർക്ക് ഇതിൻ്റെ ഒരു പോസിബിലിറ്റി അറിയാൻ വേണ്ടി ആഗ്രഹമുണ്ട്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, ഫിഗ്മയിൽ ഒരുപാട് പ്ലഗിൻസുകൾ അവൈലബിൾ ആണ് നിങ്ങൾ ചെയ്യുന്ന ഡിസൈൻസുകളെ ഒരു HTML ആയിട്ട് കൺവേർട്ട് ചെയ്ത് തരാൻ. എന്നിരുന്നാലും എനിക്ക് പറയാനുള്ളത്, ഈ കൺവേർട്ട് ചെയ്യുന്ന കോഡുകളെല്ലാം, HTML കോഡുകളെല്ലാം ഒരു 50% എൻ്റെ അഭിപ്രായത്തിൽ ഒരു മികച്ച കോഡുകളല്ല. അതെല്ലാം തന്നെ പെട്ടെന്ന് പ്രത്യേകം നമുക്ക് വേണ്ടിയിട്ട് ഒരു പെട്ടെന്നുള്ളൊരു പർപ്പസിന് വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയർ സഹായത്തോടു കൂടി പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്ത് തരുന്നതാണ്. ഒരിക്കലും ഒരു ഹാൻഡ് കോഡഡ്, അതായത് നമ്മൾ സെൽഫായിട്ട് എഴുതി ഉണ്ടാക്കുന്ന ഒരു നല്ല ഒരു HTML ഫ്രണ്ട് എൻഡ് കോഡ് ആയിരിക്കില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്ലഗിൻസുകൾ ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞു. എന്നിരുന്നാലും ചില പ്രത്യേക ഘട്ടങ്ങളിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്ലഗിൻസുകൾ നമ്മുടെ HTML ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്ത് പെട്ടെന്ന് ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഉപകരിക്കുന്നതുമുണ്ട്. ഇപ്പോൾ മാർക്കറ്റിൽ നിൽക്കുന്ന കുറച്ച് ഫേമസ് ആയിട്ടുള്ള ടൂളുകൾ, കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. അത് ഡിസൈനേഴ്സ് എന്ന നിലയിൽ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ആവും. ഓക്കെ, എനിവേ നമ്മൾ നോക്കുന്ന ആദ്യത്തെ അനിമ ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്. animaapp.com എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. ഇപ്പോൾ കറൻ്റ്ലി മാർക്കറ്റിൽ നിൽക്കുന്ന ഡിസൈൻ, അതായത് ഫിഗ്മ ഫയലിൽ നിന്നോ അല്ലെങ്കിൽ Adobe XDയിൽ നിന്നോ HTML കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു ആപ്പാണ്. അതായത് Adobe XDയുടെ ഫിഗ്മയുടെയൊക്കെ പ്ലഗിൻസ് ഇവർ തരുന്നുണ്ട്. അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഡിസൈൻ ഫയലിൽ നിന്നും ഒരു HTML കോഡായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ്, അതായത് അനിമ ആപ്പ് എന്ന് പറയുന്നൊരു വെബ്സൈറ്റിൽ നിങ്ങൾ വന്നിട്ട് ഇവരുടെ പ്ലഗിൻസുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അത് എല്ലാ ഫോർമാറ്റിലും അവർ പറയുന്നുണ്ട്. അതായത് സ്കെച്ചിലേക്ക്, Adobe XDയിലേക്ക്, ഫിഗ്മയിലേക്ക്, ഇതിലെല്ലാം അവർ അതിൻ്റെ പ്ലഗിൻസുകൾ തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്പ്, അനിമ ആപ്പ്, ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ അത്യാവശ്യം കുറേ ആൾക്കാർ ഒരു HTML കൺവേർഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പോൾ കുറേ പ്ലഗിൻസുകൾ ഉണ്ടെങ്കിലും ഈ ഒരു അനിമ ആപ്പാണ് എനിക്ക് ആദ്യമായിട്ട് ഈ ഒരു കാര്യത്തിൽ കോഡ് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കൂടിയും ഞാൻ പറയുന്നു, ഇതിൻ്റെ കോഡിനെ 100% നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിപൂർണമായും വിശ്വസിക്കാൻ കഴിയില്ല. അതൊരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പിംഗ്, അതായത് ഒരു കോഡിങ് HTML കോഡ് ചെയ്യുന്ന ഒരു പ്രൊഫഷണലോട് നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരിക്കലും ഒരു 100% ഹാൻഡ് കോഡഡിനോടൊപ്പം അത് വരില്ല. എങ്കിലും ചില പ്രത്യേക ഘട്ടങ്ങളിലൊക്കെ തന്നെ നമുക്ക് ഈ ഒരു HTML കൺവേർഷൻ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. എനിവേ, ഈ അനിമ ആപ്പ് എന്ന് പറയുന്ന ഈ ഒരു ആപ്പും ഈ ഒരു പ്ലഗിൻസും നിങ്ങൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇത് അത്യാവശ്യം നിങ്ങളുടെ HTML കൺവേർഷനെ ഹെൽപ്പ് ചെയ്തേക്കാം. ഓക്കെ, അടുത്തതായിട്ട് മാർക്കറ്റിലെ മറ്റൊരു പ്രധാനപ്പെട്ട ടൂൾ നമുക്ക് പരിചയപ്പെടാം. അതാണ് fixsite.com എന്ന് പറയുന്ന മറ്റൊരു വെബ്സൈറ്റ്. ഫിക്സൈഡിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഫിഗ്മയിൽ ഡിസൈൻ ചെയ്ത ഫിഗ്മ ഫയലിനെ ഒരു വെബ്സൈറ്റായിട്ട് അങ്ങോട്ട് കൺവേർട്ട് ചെയ്യുക.
അതാണ് ഫിക്സൈഡ് എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിൻ്റെ പ്രത്യേകത. നിങ്ങൾ ഡിസൈൻ ചെയ്തോളുക, ആ ഡിസൈൻ ചെയ്തതിനെ നിങ്ങൾ നന്നായിട്ട് പ്രിവ്യൂ കണ്ടുകൊള്ളുക, അവിടെ നിന്ന് നിങ്ങൾ പബ്ലിഷ് ചെയ്തുകൊണ്ട് അതിനെ ഒരു റിയൽ വെബ്സൈറ്റായിട്ട് മാറ്റുന്നു. ഇത് ഒരു ഡിസൈനിങ് ഇൻഡസ്ട്രിയിൽ വന്നിരിക്കുന്ന ഒരു പുതിയ മാറ്റത്തിൻ്റെ വലിയൊരു ഡോറാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഇത്തരത്തിലുള്ള ടെക്നോളജി നമുക്ക് ഡിസൈനേഴ്സിന്, പ്രത്യേകിച്ചും ക്രിയേറ്റീവ് ഡിസൈനേഴ്സിന് ഒരുപാട് മാറ്റം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു രീതിയാണ്. കാരണം ഇത്തരത്തിലുള്ള നല്ല വെബ്സൈറ്റുകൾ, നല്ല സോഫ്റ്റ്വെയറുകൾ രംഗത്തേക്ക് വരുന്നത് നമ്മുടെ ക്രിയേറ്റീവ് ഡിസൈനേഴ്സിന് അവർ ചെയ്യുന്ന ഫിഗ്മ ഫയലോ Adobe XD ഫയലോ ഒക്കെ തന്നെ ആ ഡിസൈൻ ഫയലിനെ ഡയറക്റ്റ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു വിപ്ലവം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു വെബ്സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ഫ്രീ വെബ്സൈറ്റുകൾ ചെയ്യാം ഫ്രീ പ്ലാനിലോടുകൂടി. അപ്പോൾ അതിന് കുറച്ച് റെസ്ട്രിക്ഷനോടുകൂടി ഒരു ഫ്രീ പ്ലാൻ തരുന്നുണ്ട്. അതുപോലെ തന്നെ പെയ്ഡ് വെർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഫെസിലിറ്റികളും തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫിക്സൈഡ് എന്ന് പറയുന്നത് നമുക്ക് മാർക്കറ്റിലേക്ക് വരാൻ പോകുന്ന ഒരു നല്ലൊരു വിപ്ലവം എന്ന് പറയാൻ പറ്റുന്നൊരു വെബ്സൈറ്റ് ആയിരിക്കും. അതിൻ്റെ ഒരു ബീറ്റ വെർഷനാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കുറേ അഡ്വാൻസ് ലെവലിലുള്ള കാര്യങ്ങൾ അവർ കൂടുതൽ ഫെസിലിറ്റികൾ അവകാശപ്പെടുന്നുണ്ട്. എനിവേ ഈ ഒരു രീതി, അതായത് ഫിഗ്മയിൽ നിന്നും നമ്മുടെ ഡിസൈനിനെ ഡയറക്റ്റ് ഒരു വെബ്സൈറ്റാക്കി മാറ്റാൻ പറ്റുന്ന ഈ ഒരു രീതി നമുക്ക് വളരെ എടുത്തു പറയാവുന്ന ഒരു മാറ്റമായിരിക്കും. എല്ലാ ഡിസൈനേഴ്സും, എസ്പെഷ്യലി UI UX ഡിസൈനേഴ്സ് ഇതും പരിചയപ്പെട്ടിരിക്കണം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ റീസെൻ്റ് ആയിട്ട് വന്ന ഒരു വെബ്സൈറ്റാണ്. അതാണ് makers.so എന്ന് പറയുന്ന വെബ്സൈറ്റ്. അതായത് ഫിഗ്മ ഫയലിനെ ഡയറക്റ്റ് ഒരു 1 ക്ലിക്കിലൂടെ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഇത് വളരെ റീസെൻ്റ് ആയിട്ടൊരു വെബ്സൈറ്റാണ്. ഇതും നിർബന്ധമായിട്ടും ഡിസൈനേഴ്സ് എന്ന നിലയിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു വെബ്സൈറ്റാണ്. കാരണം ഇവിടെ നിന്നും നിങ്ങൾക്ക് ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അത് എസ്പെഷ്യലി ഫോർ ഫിഗ്മ മാത്രമേ ഉള്ളൂ. ഫിഗ്മയുടെ ഈ ഒരു പ്ലഗിൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് ഡയറക്റ്റ് നമുക്ക് ഒരു ഡിസൈൻ ചെയ്യുന്ന ലാഘവത്തോടു കൂടി ഫിഗ്മയിൽ ഡിസൈൻ ചെയ്യാം. അതിനെ ഒരു വെബ്സൈറ്റായിട്ട് പബ്ലിഷ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഫിഗ്മയിൽ വന്നതിന് ശേഷം പ്ലഗിൻസിൽ നിന്ന് നമുക്ക് ഈ makers.so നമുക്ക് ഓപ്പൺ ചെയ്യാം. സാധാരണ നമ്മൾ പ്ലഗിൻസ് എടുക്കുന്ന പോലെ അതിൽ നിന്നും ഓരോ സെക്ഷൻസുകളും നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്തെടുക്കാം. അതിൻ്റെ പേജിൻ്റെ വെബ്സൈറ്റിൻ്റെ പേര്, അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്ക്രിപ്ഷനൊക്കെ മാറ്റാം. അതിനുശേഷം നിങ്ങൾ ഓരോ സെക്ഷൻസുകളും നമ്മളൊരു പ്രീസെറ്റ് ആയിട്ടുള്ളതിനെ നമുക്ക് ഡയറക്റ്റ് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് അത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ ഓരോന്നിനും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. ആ എഡിറ്റ് ചെയ്ത് ഓരോ സെക്ഷൻസുകളും നിങ്ങൾക്ക് ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈനിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് സ്വയം നമുക്കൊരു വേർഡ്പ്രസ്സിലൊക്കെ ഒരു വെബ്സൈറ്റ് ചെയ്യുന്ന ലാഘവത്തോടു കൂടി തന്നെ ഒരു വെബ്സൈറ്റ് നമ്മുടെ ഫിഗ്മയിൽ ഡിസൈൻ ചെയ്യാം. അതിൽ ഓരോ സെക്ഷൻസുകൾ അവർ തരുന്നുണ്ട്, അതുപോലെ കുറേ ടെംപ്ലേറ്റ്സുകൾ അവർ തരുന്നുണ്ട്. അതെല്ലാം നമ്മൾ എടുത്തു വെച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അതിനുള്ള ഒരുപാട് കോമ്പണൻസ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ അതിന് പ്രിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ അതൊരു റിയൽ വെബ്സൈറ്റ് ആയിട്ട് മാറുന്നതാണ്. അപ്പോൾ ഒരു വെബ്സൈറ്റിൽ, ഒരു ബ്രൗസറിൽ തന്നെ ഒരു വെബ്സൈറ്റ് ആയിട്ട് അത് പെട്ടെന്ന് അത് കോഡായിട്ട് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് ഓട്ടോമാറ്റിക്കായിട്ട് റെസ്പോൺസീവ് ബിഹേവിയർ നമ്മുടെ മൊബൈൽ ഫോണിലേക്കും ഓട്ടോ ഫിറ്റായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ ഈ ഒരു ഫെസിലിറ്റി ഈ ഒരു വെബ്സൈറ്റിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട്, നിങ്ങളുടെ പ്ലഗിനായിട്ട് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നിങ്ങൾ എല്ലാ ഡിസൈനേഴ്സും ഇതിനെ ട്രൈ ഔട്ട് ചെയ്യണം. അതുപോലെ തന്നെ ടോപ്പിലേക്ക് വന്നാൽ ഒരുപാട് ടെംപ്ലേറ്റ് സെക്ഷൻ ഉണ്ട്. അതിൻ്റെ ട്യൂട്ടോറിയൽസുകൾ ഒരുപാട് അവർ തരുന്നുണ്ട്. അതിൻ്റെ പ്രൈസിങ് ഡീറ്റെയിൽസുകൾ പറയുന്നു. പ്രൈസിങ് ഡീറ്റെയിൽസിൽ $12 പെർ മന്താണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ എനിവേ ഇത് നമ്മൾ ഒന്ന് പർച്ചേസ് ചെയ്ത് ഫിഗ്മയിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യേണ്ടുന്ന ഒരു പ്ലഗിൻ തന്നെയാണ്. കാരണം ഇതിൻ്റെ നെക്സ്റ്റ് വരുന്ന മാറ്റങ്ങൾ, പുതിയ അപ്ഡേറ്റ്സിലൂടെ നമുക്ക് നല്ല രീതിയിൽ ഒരു ഫിഗ്മയിൽ തന്നെ ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്ത് അതിനെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് നമുക്കൊരു റിയൽ വെബ്സൈറ്റായിട്ട് കൺവേർട്ട് ചെയ്യാം. അതിൻ്റെ നമ്മുടെ സ്വന്തം ഡൊമൈനിൽ, അതായത് നമുക്കിഷ്ടമുള്ള പേരിൽ തന്നെ നമുക്കത് രജിസ്റ്റർ ചെയ്ത് നമ്മുടെ സ്വന്തം വെബ്സൈറ്റായിട്ട് മാറ്റാനും സഹായിക്കുന്ന വളരെ പുതിയൊരു മാറ്റത്തിലേക്കുള്ളൊരു വഴിയാണ് ഈ ഒരു പ്ലഗിൻ. അത് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള പ്ലഗിനാണ്. ഇതിൻ്റെ വളരെ നല്ല രീതിയിലുള്ള അപ്ഡേറ്റ്സുകൾ പുറകെ വരുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ 3 വെബ്സൈറ്റുകളും ഇപ്പോൾ ഫിഗ്മയിൽ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർ, എസ്പെഷ്യലി യൂസർ ഇൻ്റർഫേസ് ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിരിക്കണം. ഈ 3 വെബ്സൈറ്റുകളും നമ്മുടെ അടുത്ത ലെവലിലുള്ള ഫ്രണ്ട് എൻഡ് ഡെവലപ്പിംഗിലേക്കും അതുപോലെ തന്നെ നേരിട്ട് നമ്മുടെ ഡിസൈനിനെ ഒരു വെബ്സൈറ്റായിട്ട് മാറ്റുന്ന കാര്യത്തിലും ഒക്കെ തന്നെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എക്സ്പ്ലോർ ചെയ്തോളൂ. അപ്പോൾ ഡിസൈനേഴ്സ്, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട്. അപ്പോൾ ഇതുപോലെ ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.